ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ് സഹോദരങ്ങളെ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വചനാധിഷ്ഠിതമായി ജീവിച്ച വചനം പങ്കുവച്ചു കൊടുക്കുമ്പോൾ, കർത്താവിൻ്റെ മകനും മകളുമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ആരെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ടോ, ആരെല്ലാം നമ്മളെ സ്വീകരിക്കുന്നുണ്ടോ, അവർക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്നുണ്ട്. കർത്താവാണ് പ്രതിഫലം നൽകുന്നത്. നമ്മൾ എവിടെയെല്ലാം സഹായം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം കർത്താവ് തീർച്ചയായും അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അവിടുത്തെയാണ് വെള്ളം. ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ആരെല്ലാം എവിടെയെല്ലാം സുവിശേഷത്തെ പ്രതി സഹായം നൽകുന്നുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ വചനത്തിൻ്റെ ശക്തി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവരുടെ ദേശത്തിൻ്റെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.